Hello, welcome to 90 Plus India's first animated live tuition. Hello, എല്ലാരും ക്യാമറ ഓൺ ചെയ്തേ. ഹലോ ഗൈസ്, എവിടെയായി നിങ്ങളുടെ പഠിപ്പ്? എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ ടീച്ചർ പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഓൺ ആക്കാന്ന് പറയുന്നുണ്ട്. ഇത്ര നേരത്തെ ഫുഡ് കഴിക്കും, വെരി ഗുഡ്. വെറുതെ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. നേരത്തെ ഫുഡ് കഴിക്കണം എന്നാണ് പറയാ. ബിഫോർ 7 o'clock ഒക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഞാൻ 10 മണിയായിട്ട് കഴിക്കാറ്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഞാനിത് പറയാൻ ആരുമല്ല. യെസ്, ശരിക്കും ഹെൽത്തി അല്ല. എന്തായി നിങ്ങളുടെ പഠിത്തം? എവിടെ വരെയായി? ആർക്കൊന്നും പറയാനില്ല, എല്ലാരും പഠിച്ചു കഴിഞ്ഞിട്ടാണോ? ക്യാമറ ഓൺ ചെയ്യാത്തത് കൊണ്ടാ? 1ഉം 2ഉം 3ഉം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. യെസ്, ഗുഡ് ഈവനിങ് ഭാനുമതി. നിങ്ങളുടെ സ്കൂളിൽ ഹോളി ഒക്കെ ഉണ്ടായാ? ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ മമ്മിയുടെ ചീത്ത. ഗുഡ് ഈവനിങ്. എടാ, ക്യാമറ ഒക്കെ ഓൺ ചെയ്തേ, എല്ലാവരും ഓൺ ചെയ്തേ. വെരി ഗുഡ് ചിന്മയ. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുമോ? എന്നിട്ട് ഓടി നടക്കാണ്ട്. എന്റെ അടുത്ത് സെക്കൻഡ് ചാപ്റ്റർ ഒന്നും കൂടെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായി. ഫുൾ ചാപ്റ്റർ അല്ല, ആ തിയറംസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു തന്നിട്ടുണ്ടായി കുറച്ചു പേര്, ഓർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞുതരാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആകെ 9 o'clock വരെയല്ലേ ഉള്ളൂ. ഞാൻ 9 o'clock തന്നെ നിർത്തും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും പോയിട്ട് പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യും. ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് പഠിക്കാൻ മടിയാണെന്നൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. വേഗം ക്യാമറ ഒക്കെ ഓൺ ചെയ്തോട്ടാ. എല്ലാവരും ഇരിപ്പിടങ്ങളൊക്കെ വേഗം ഇപ്പൊ തന്നെ സെറ്റ് ആക്കിക്കോ. ഇനി ഇടയ്ക്കോടെ എണീറ്റൊന്നും പോണ്ട ആരും. തുടങ്ങാം എന്നാ. ഓക്കെ. അപ്പൊ അത് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാം. ആദ്യം തന്നെ, what are the important observations and conclusions made by Rutherford using his alpha ray scattering experiment? ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വെച്ചിട്ട് റൂദർഫോർഡ് എന്താണ് പറഞ്ഞത്? വാട്ട് വാസ് ഹിസ് കൺക്ലൂഷൻസ്? എന്താ പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ്, അതായത് 3 കണ്ടീഷൻസ് ആണ് ആൾക്ക് പറയാനുണ്ടായത്. 3 കാര്യങ്ങൾ സംഭവിച്ചത്. അതായത് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിനെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, ഗോൾഡ് ഫോയിലിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും, ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്തപ്പോ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഒരു ഡീവിയേഷനും ഇല്ലാണ്ട് അങ്ങനെ തന്നെ പോയി. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്, അല്ലെങ്കിൽ അയാൾ എന്താണ് കണ്ടത് എന്നുള്ളത് വേണം നിങ്ങൾ പറയാനായിട്ട്. കൺക്ലൂഷൻസ് ചോദിക്കുമ്പോഴാണ് മോസ്റ്റ് ഓഫ് ദി സ്പേസ് വാസ് എംപ്റ്റി, അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട്. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വാസ് മൈ ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, ഓക്കെ, ഇങ്ങനെ കുറെ ഫോയിൽ എടുത്തിട്ട് ആൽഫ പാർട്ടിക്കിൾസ് പാസ് ചെയ്തപ്പോൾ മോസ്റ്റ് ഓഫ് ദി തിങ് പാസ്ഡ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. പിന്നെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് നമ്മുടെ റേസ് ഹാഡ് സം സ്മോൾ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ. പിന്നെ വളരെ ഫ്യൂ പാർട്ടിക്കിൾസ് 1 among 20,000 ഒക്കെ എന്ത് ചെയ്തു? ബൗൺസ് ബാക്ക്, അതായത് അങ്ങനെ തന്നെ തിരിച്ചു വന്നു. ഇനി അതിന്റെ ബേസിസിലാണ് ഞാൻ കൺക്ലൂഷൻസ് ഉണ്ടാക്കുന്നത്. കൺക്ലൂഷൻസിൽ എന്താ പറയുന്നത്? അങ്ങനെ സംഭവിച്ചത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ മൈ ആറ്റം ഇസ് എംപ്റ്റി. പിന്നെ പോസിറ്റീവ് ചാർജ്, ചെറിയൊരു ഡീവിയേഷൻ ആൾക്ക് എന്താ മനസ്സിലായത്? എന്റെ ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ആ ആറ്റം എങ്ങനെയാണ് ഒരു ആറ്റം ഇരിക്കുന്നത്? സെന്ററിൽ ഒരു ന്യൂക്ലിയസും ചുറ്റും ഇങ്ങനെ ഷെൽസ് ആയിട്ടാണ് ഇരിക്കുന്നത്. So most of the spaces, most of the positive charges concentrated in a small area called nucleus, and the volume occupied by the nucleus എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഓഫ് ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്മോൾ ആയിരിക്കും. ഇഫ് ഇതൊരു 10⁻⁻15 ഓർഡറിലാണെങ്കിൽ സൈസ് ഓഫ് ദി ആറ്റം will be in an order of 10⁻⁻10 meters. ഇതാണ് അവരുടെ ഒരു സൈസ് റേഞ്ച് യൂഷ്വലി പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ വേണമെന്ന് പറഞ്ഞ 1-2 പേരൊന്നും ഞാൻ കാണുന്നില്ലല്ലോ ക്ലാസ്സില്. ഓക്കെ, ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്.
അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? എടാ ഫോട്ടോ ഇലക്ട്രിക്, ഫോട്ടോ മീൻസ് ലൈറ്റ്സ്. ലൈറ്റ് വന്നിട്ട് മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഗെറ്റ് ഇജക്റ്റഡ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. സോ നമുക്ക് പിന്നെ അതിന്റെ കുറച്ച് യെസ് മനസ്സിലായി. സെയിം നിങ്ങളുടെ സിലബസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഇല്ല. അയ്യോ അത് ഏതായിരുന്നു? മലയാളത്തിൽ നിങ്ങൾക്ക് ഏത് സിനിമയുടെ കാണാനുണ്ടായ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് കണ്ടതായിരുന്നല്ലോ. ഏതോ ഒരു നെക്സ്റ്റ് ഇയർ മാറും എന്നാണ് പറയുന്നത്. എടാ ഏതാടാ മൂവി? ആ മൂവി ഡോക്യുമെന്ററിക്ക് ഒന്ന് കമന്റ് ചെയ്യൂ, ഒന്ന് നൊസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലേക്ക് തിരിച്ചു വരാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലൈറ്റ് വന്ന് വീഴുമ്പോ ഇലക്ട്രോൺസ് ഇജക്ട് ആവുന്നു. എപ്പോഴാണോ ലൈറ്റ് വീഴുന്നത് അപ്പൊ തന്നെ യെസ് കൈപ്പാട് അതാണ് കേൾക്കുന്നുണ്ട്. യെസ് ബൈസൈക്കിൾ തീവ്സ്. എപ്പോഴാണോ ലൈറ്റ് വന്ന് വീഴുന്നത് അപ്പൊ തന്നെ ഇലക്ട്രോൺ ഇജക്റ്റഡ് ആവുന്നു. എത്ര ഇന്റൻസിറ്റിയിലാണ് ലൈറ്റ് വീഴുന്നത് അത്രയും മാത്രം ഇലക്ട്രോൺസ് ആണ് ഇജക്റ്റഡ് ആവുന്നത്. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ ടു ഇറ്റ്. അടുത്ത് നോക്കിക്കോ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഇതൊക്കെ നമുക്ക് അതിനകത്ത് ചോദിക്കുന്ന മെയിൻ കാര്യങ്ങളാണ്. ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ. അതായത് ഈ ഒരു ഒറ്റ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. മനസ്സിലായോ? ഇത് തന്നെ അവിടെയും എഴുതാം, ഇത് തന്നെ ഇവിടെയും എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ടൈം ലാഗ് ഇല്ല. എത്രത്തോളം ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ആണ് വന്ന് വീഴുന്നത് അത്രയും ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആവുന്നുണ്ട്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓർ ദ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. അതുപോലെ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം ഫ്രീക്വൻസി. ഓക്കെ, ഒരു മിനിമം ഫ്രീക്വൻസി കോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുള്ളൂ. ആൻഡ് ഈ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുകയാണോ ചെയ്യുക? ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദേ വിൽ ബി മൂവിങ്. അങ്ങനെ മൂവ് ചെയ്യണ എന്ത് സാധനത്തിനുമുള്ള എനർജി എന്താണ്? കൈനറ്റിക് എനർജി. സോ ഇവർക്കും ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ആൻഡ് ഇജക്റ്റഡ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇസ് proportional to the frequency of incident light. Kinetic energy എന്ന് പറയുന്നത് Ke, which is equal to half mv square. ഈ m എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. കാരണം ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു half mev square. ഓക്കെ, which is equal to half into nu minus nu zero. nu എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണ ആ ഒരു വെലോസിറ്റി. ആൻഡ് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മിനിമം ഫ്രീക്വൻസി വിച്ച് ഇസ് റിക്വയർഡ്, സോറി ദ ഇലക്ട്രോൺസിന്റെ ഫ്രീക്വൻസി, ആൻഡ് ഇറ്റ് ഇസ് ദ മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി വിച്ച് ഇസ് റിക്വയർഡ് ബൈ ദ മെറ്റൽ ടു അണ്ടർഗോ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇതൊക്കെ എഴുതണ്ട, കുറെ പേരെ ഫോണും പിടിച്ചവിടെ ഇരുത്തം മാത്രമേ ഉള്ളൂ. ഹിഷാമേ, നീ ഓഡിയോ വീഡിയോ ജോയിൻ ചെയ്താ? ദീപു, വിശാഖ്, വൈഷ്ണവ്, സൈബ, ഹാദിയ, ജിഷ്ണ ഇവരൊന്നും ഓൺ ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണല്ലോ. ഇന്നിപ്പോ പെട്ടെന്ന് ഒരു മടി വന്നേണത്. വൈഷ്ണവിനെ ഇന്നലെ പകുതിക്ക് വെച്ച് കാണാണ്ടായ പോലെ എനിക്ക് തോന്നി. ഞാൻ അറിഞ്ഞിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി പറ്റിയൊന്ന് വിളിക്കാൻ. സൈബ ഇൻഫോംഡ് ആണ്. ബാക്കി ഇൻഫോംഡ് അല്ലാത്തവരെ കോൺ ചെയ്താ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്വസ്റ്റ്യൻ അല്ല, കാഥോഡ് റേസും കനാൽ റേസും തമ്മിലുള്ള ഡിഫറൻസ്. കാഥോഡ് റേസ് ആൻഡ് കനാൽ റേസ്. കാഥോഡ് റേസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കാഥോഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആൻഡ് പോകുന്നത് ആനോഡിലേക്കാണ്. കാഥോഡിന്റെ ചാർജസ് നെഗറ്റീവ് ചാർജ്, ആനോഡിന്റെ ചാർജസ് പോസിറ്റീവ് ചാർജ്. സോ ദേ ആർ ട്രാവലിംഗ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ദ പാർട്ടിക്കിൾസ് ക്യാരി നെഗറ്റീവ് ചാർജ്. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവർ നെഗറ്റീവ് ടെർമിനൽ ആയിട്ടുള്ള കാഥോഡിൽ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യണത്? നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടുള്ള ആനോഡിലേക്ക്. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടേക്കായിരിക്കും? പോസിറ്റീവിന്റെ അടുത്തേക്ക് ആയിരിക്കും അട്രാക്ഷൻ കൂടുതൽ. അത്രേ ഉള്ളൂ, വേറെ കാണാപ്പാടെ പഠിക്കേണ്ട കാര്യങ്ങളില്ല. ഇതൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, അങ്ങനെയെങ്കിലും ഓർക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ E/m റേഷ്യോ. E/m റേഷ്യോ എന്ന് പറഞ്ഞാല് ചാർജ് ബൈ മാസ് റേഷ്യോ.
of the cathode ray is always a constant. Cathode rays ന്റെ E by M ratio is always a constant. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് canal rays എന്ന് പറയുന്നത്. canal rays എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനോഡ് റേസ് എന്ന് ചില സ്ഥലങ്ങളിൽ അതിനെ പറയുന്നുണ്ട്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ആനോഡ് ആൻഡ് മൂവ്സ് ടു ദ കാഥോഡ്. അതായത് അവര് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അവർ പോകുന്നത് നെഗറ്റീവിലേക്കാണ്, വിച്ച് മീൻസ് ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്. ദേ ക്യാരി പോസിറ്റീവ് ചാർജ് and their E by M ratio is not a constant. അപ്പൊ ഒരെണ്ണം പഠിച്ചാല് അതിന്റെ ഓപ്പോസിറ്റ് പോലെ പഠിച്ചാലും മതി. അക്കോർഡിംഗ് ടു യു നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാനാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചാൽ മതി. എന്നാണ് മലയാളം എക്സാം നിങ്ങൾക്ക്? എല്ലാവർക്കും ലാംഗ്വേജ് സെയിം ഡേ ആണോ അതോ ഓരോ ദിവസമാണോ? ഹിന്ദി മലയാളം ഒക്കെ ഒരു ദിവസമാണോ? വെനസ്ഡേ. വെനസ്ഡേ ഇനി കുറെ സമയമുണ്ട് അല്ലേ? നിങ്ങൾക്ക് ബയോളജി ഒക്കെ പഠിക്കാൻ സമയമുണ്ടോ? ബയോളജിക്കാർക്ക് ഇല്ലല്ലോ. എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. പ്ലസ് ടുവിൽ മിക്കവാറും ഒരു ദിവസം കിട്ടുള്ളൂ. അത് പാരമ്പര്യമായിട്ട് അങ്ങനെയാ കുറെ നാളായിട്ട് വരാറ്. ഈ 10-20 ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് തലകുത്തി മറിഞ്ഞ് പഠിക്കണം എന്നാണ് ഈ ടൈം ടേബിൾ ഇടുന്നവർ പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന ലാംഗ്വേജിനൊക്കെ കുറെ എന്തായാലും നേരത്തെ പഠിച്ചാലും നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട കുറെ ടേംസ് ഉണ്ടാവില്ലേ? പഠിച്ചു പറഞ്ഞാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന കുറെ ടേമുകളില്ലേ? ഇതൊക്കെ ഒന്ന് നോക്കാനുള്ളൊരു ഗ്യാപ്പെങ്കിലും ഒരു 20 ചാപ്റ്റർ ഒക്കെ ഒന്ന് മറിച്ച് നോക്കാനുള്ളൊരു സമയം തരണ്ടേ? ഈ ആവശ്യമില്ലാണ്ട് ഒരാഴ്ച സമയമൊക്കെ തന്നിട്ട്. ആരാണ് എന്റെ ചന്ദനനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? അനിയനാണോ അനീതിയാണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൂദർഫോർഡിന്റെ മോഡലിന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? റൂദർഫോർഡ് മോഡലിന്റെ ലിമിറ്റേഷൻ ആൾക്ക് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആളുടെ പ്രശ്നം? ആള് പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ചുറ്റും പല പല ഷെല്ലിലെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾ പറഞ്ഞ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഇലക്ട്രോൺസിന്റെ എനർജി കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇതിന്റെ എനർജി പോയി കഴിഞ്ഞിട്ട് they will fall into the nucleus എന്നാണ് ആള് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റമിന് സ്റ്റേബിൾ ആവോ? ഇല്ല. ആ ഇലക്ട്രോൺസ് കൂടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വീണിട്ട് അത് ഇല്ലാണ്ടായി പോകും. സോ അത് is not possible. So the model was wrong. പിന്നെ ആൾക്ക് പറ്റി വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ he could not explain the spectrum. ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് നേച്ചറും ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. CS ഈസിയർ ആണ്. എനിക്കത് പഠിക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബയോളജി പഠിക്കാൻ പോയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 9th സ്റ്റാൻഡേർഡിൽ എന്തോ ഒരു C++ഓ അങ്ങനെ എന്തോ ഒരു ചാപ്റ്റർ കണ്ടതോടുകൂടി എന്റെ കിളി മുഴുവൻ പോയതാ. എനിക്ക് ആ ലോജിക് ഇല്ല, അതായിരിക്കും. I must have some logic to study, yes. The minimum value for the product of uncertainties. അതായത് uncertainties of position and momentum. നമ്മുടെ ഒരു മൂവിംഗ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പൊസിഷനും മൊമെന്റത്തിന്റെയും അൺസർട്ടനിറ്റി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്ത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആരുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഹിൻസ്ബർഗ്സ് അൺസർട്ടനിറ്റി. ഇത് എന്തിനേക്ക് 100 വട്ടം പറയിക്കണേന്ന് അറിയോ? അറിയണ കുറച്ച് പേർക്ക് ഇപ്പൊ പുച്ഛം തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതൊരു 100 വട്ടം പറയുമ്പോൾ ഈ അറിയാത്ത ആരെങ്കിലൊക്കെ പഠിക്കും. അതുപോലെ ഈ പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഒരു വാക്ക് മാറിപ്പോവുകയെന്ന്? ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോ ഞാൻ എന്ത് പറയും? നിങ്ങളോട് എല്ലാവരോടും പറയും ഇതൊരു വട്ടം കൂടി കേട്ടു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്റെ കൂടെ അവിടെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്തോ, നിങ്ങളുടെ തലയിൽ ഒരു വട്ടം കൂടി കയറിക്കോട്ടെ, നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറയണത്? h/4π എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ എന്തിനോട് ഈക്വൽ ആണ്? uncertainty of position and momentum, that is delta x into delta p. x എന്ന് പറഞ്ഞാൽ uncertainty in the position, ഇതെന്ന് പറഞ്ഞാൽ uncertainty into momentum. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? the minimum value, അതായത് ഈ സാധനം is less than or equal to h/4π ആണെന്നുണ്ടെങ്കിൽ അതിലത്തെ മിനിമം വാല്യൂ എന്തായിരിക്കും? മിനിമം വാല്യൂ will be equal to
h/4π. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മെൻഷൻ എനി ടു ഒബ്സർവേഷൻസ് വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ ബൈ ദ വേവ് നേച്ചർ. അതായത് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ EMR അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് വേവ് നേച്ചറും ഉണ്ട് പാർട്ടിക്കൽ നേച്ചറും ഉണ്ട് അല്ലെ. വേവ് നേച്ചറും ഉണ്ട് പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്. വേവ് നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ. പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, ഐഡന്റിഫിക്കേഷൻ ഡൗട്ട്. യെസ് ആരതി പറഞ്ഞുതരാം. അപ്പൊ വേവ് നേച്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ പാർട്ടിക്കൽ നേച്ചർ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പാർട്ടിക്കൽ നേച്ചർ വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം ഏതാ? സിമ്പിൾ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആരതി എവിടെയാണ്? എല്ലാവരുടെ അനിയന്മാരും അനിയത്തിമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഡിസ്റ്റർബ് ചെയ്യാൻ നടക്കണം. ആൽബിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല ഞാൻ. ആരതി, യെസ് ആരതി. എന്താണ് ആരതിക്ക് ഡൗട്ട് വന്നത്? പൈ ബോണ്ട് ആൻഡ് സിഗ്മ ബോണ്ടിന്റെ എവിടെ കണ്ടുപിടിക്കണത്? സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ ബോണ്ടിൽ വരുന്ന ബോണ്ടുകളാണ് സിഗ്മ ബോണ്ട്. ഓൾ സിംഗിൾ ബോണ്ട്സ് ആർ സിഗ്മ ബോണ്ട്സ്. ഇനി ഒരു പൈ ബോണ്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദാറ്റ് ഈസ് ഒരു ഓൾ സിംഗിൾ ബോണ്ട്സ് ആർ സിഗ്മ ബോണ്ട്സ്. ഇനി ഞാനൊരു ഡബിൾ ബോണ്ട് എടുത്തു എന്ന് വിചാരിക്കും. സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മ ബോണ്ട്സ് ആണ്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു ഡബിൾ ബോണ്ട് ആണെന്ന് വിചാരിക്കും. ഈ ഡബിൾ ബോണ്ടിനകത്ത് ഒരു ബോണ്ട് വിൽ ബി സിഗ്മ ബോണ്ട് ആൻഡ് അനദർ ബോണ്ട് വിൽ ബി പൈ ബോണ്ട്. ഇനി ഞാനൊരു ട്രിപ്പിൾ ബോണ്ട് എടുത്തു എന്ന് വിചാരിക്കും. ഈ ട്രിപ്പിൾ ബോണ്ടില് രണ്ട് ബോണ്ട് പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും ആണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് സിഗ്മ ബോണ്ട്സിന്റെയും പൈ ബോണ്ട്സിന്റെയും കാര്യം വരുന്നത്. ഇത് തന്നെയാണോ ആരുടെ ചോദിച്ചത്, അതോ വേറെ എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്ത്? ഇല്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ ആൽബിൻ, ഓക്കേടാ. അടുത്ത നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദി ഷേപ്സ് ഓഫ് 5d ഓർബിറ്റൽസ് ആൻഡ് 3p ഓർബിറ്റൽസ്. അതിന് കൂടെ s ഓർബിറ്റൽസും കൂടെ നോക്കിക്കോ. s ഓർബിറ്റൽസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, s ഓർബിറ്റൽസ് ജസ്റ്റ് അവർക്ക് ഒരു എന്താ പറയാ ഒരു ഓർബിറ്റൽ, അതായത് ആ ഒരു ഇലക്ട്രോണിനെ കാണുന്ന ആ ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു റീജിയൻ ഒരു റൗണ്ടിൽ വരയ്ക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം s ഓർബിറ്റൽസ് ഒരു സർക്കിൾ പോലെയാണ് ഇരിക്കുന്നത്. അടുത്തത് p ഓർബിറ്റൽസ് വരുമ്പോൾ ഡംബൽ ഷേപ്ഡ് ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? px, py ആൻഡ് pz. അപ്പൊ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 3 ആക്സിസ് വരയ്ക്കണം. എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്. എടാ 9 മണി വരെ എടാ. പി എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്. പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ എക്സ് ആക്സിസിൽ വേണം ആ ഡംബലിനെ വരച്ചു കാണിക്കാൻ. ഓക്കെ, ഇനി പി വൈ എന്ന് പറഞ്ഞാലോ വൈ ആക്സിസിൽ വേണം കാണിക്കാൻ. പി എക്സ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ല പി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സെഡ് ആക്സിസിൽ വേണം വരച്ചു കാണിക്കാൻ. ഓക്കെ, ഓക്കെ ആരതിയോ, കുഴപ്പമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഡൗട്ട് വരണമെന്നില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ടോപ്പിക് നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആയിരിക്കും. അത് തന്നെയായിരിക്കും ഞാൻ ക്ലാസ്സിൽ വന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേറെ, കാരണം എനിക്ക് ഈ പറയുന്ന എല്ലാ പിള്ളേർക്കും അറിയാത്ത ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാവില്ലല്ലോ. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഇത്രയും പേർക്കും ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ വരാം. അപ്പോഴും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് മിസ് ആവുന്നുണ്ടാവും, നിങ്ങൾക്ക് വീണ്ടും പഠിച്ചിട്ട് കൺഫ്യൂഷൻ ഉള്ളത് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ടൈമിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, ചന്ദ്രയ്ക്കും ദേവപ്രിയക്കും ഇന്നലെ കിട്ടിയില്ലേ വോയിസും ആ ഒരു സ്ക്രീൻഷോട്ടും കിട്ടിയില്ലേ? നിങ്ങൾ ആ കോറും ക്യാപ്സ്യൂളും നോക്കിയാൽ മതി. ആ എന്താ പറയാ കോറിലും ക്യാപ്സ്യൂളിലും നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള പോലെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കി പഠിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ന്യൂമറിക്കൽസിൽ കോൺസ്റ്റന്റ് നമ്പേഴ്സ് എങ്ങനെ റിമെമ്പർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അത് പഠിക്കാൻ വേണം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.634 × 10⁻⁻34 joules per second. പിന്നെ അതുപോലെ എന്താ
ഫാരഡേയുടെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഈ വകയെല്ലാം നിങ്ങൾ പഠിക്കേണ്ട വേണം. പിന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ 8.314 ഗ്യാസ് കോൺസ്റ്റന്റ്. യെസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞങ്ങൾ നോട്ട് പൊതുവെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ടുള്ള പോലെയാണ് പ്രിപ്പയർ ചെയ്യാറ്. ഞങ്ങൾ ഈ നോട്ടുകൾ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഞാനൊക്കെ മെറ്റീരിയൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ മെറ്റീരിയൽ കാണുമ്പോൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിക്കാറുണ്ട്. കാരണം അത്ര അധികം മെറ്റീരിയൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത്രയും എഫേർട്ട് ഒക്കെ ഇട്ട് ഞങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിരുന്നെങ്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് വല്ല വിലയുണ്ടാ? അത് വേറെ കാര്യം. ഇനി ഡിന്റെ വരയ്ക്കുമ്പോ എങ്ങനെയാ വരുന്നത്? ഡി നമുക്ക് 5 വരുന്നത്. DXY DYZ. യെസ്, ആ ക്യാപ്സ്യൂളിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. DXZ. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ മെറ്റീരിയൽ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, അത് വേറെ കാര്യം. DX² - Y². DZ². സന പറഞ്ഞു ആ ക്യാപ്സ്യൂൾ മാത്രം പഠിച്ചാലും ഫുൾ മാർക്ക് കിട്ടും. വെരി നല്ല കുട്ടി. അല്ല, ഞാൻ വെറുതെ പറയേണ്ടല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അപ്പൊ DXY എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ? DX ആക്സിസ് വരയ്ക്കുക, ഒരു Y ആക്സിസ് വരയ്ക്കുക. ഇതിന്റെ നടുക്ക് വേണം വരയ്ക്കാൻ. നേരത്തെ നമ്മൾ എങ്ങനെയാണ് ആ ആക്സിസുമെയാണ് വരച്ചത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ആ ആക്സിസിന്റെ ഇടയിലാണ് നമ്മളിപ്പോ വരയ്ക്കുന്നത്. ഇനി DYZ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു Y ആക്സിസും ഒരു Z ആക്സിസും വരയ്ക്കുക. DYZ പറഞ്ഞാല് Y ആക്സിസും Z ആക്സിസും വരയ്ക്കുക, അതിന്റെ ഇടയിൽ വരച്ചു കാണിക്കുക. ഇങ്ങനെയല്ലാട്ട വരയ്ക്കാൻ. ഞാൻ ഈ വരയ്ക്കുമ്പോ എന്റെ ഒരു കൈയുടെ ഇതിൽ വരയ്ക്കണമെന്നേ ഉള്ളൂ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചോളൂ. ഇനി DXZ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു X ആക്സിസ് ഒരു Z ആക്സിസ് അതിന്റെ ഇടയിൽ വരയ്ക്കും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഇനി DX² - Y² DZ² കൂടെ നിങ്ങൾ വരയ്ക്കണം. DX² - Y² നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാ? നേരത്തെ വരച്ച പോലെയല്ല. ഇവിടെ നിങ്ങൾ X ആക്സിസും Y ആക്സിസും കാണിച്ചിട്ട് ആ ആക്സിസുമൊക്കെ വേണം നിങ്ങൾ വരയ്ക്കാൻ. ഓക്കെ, ഇവിടെ വന്നപ്പോ വ്യത്യാസം വന്നു കേട്ടോ. ഇനി DZ² എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും X ആക്സിസ് വരയ്ക്കുക, Y ആക്സിസ് വരയ്ക്കുക, Z ആക്സിസ് വരയ്ക്കുക. ആൻഡ് ആ സെഡ്മൊക്കെ നിങ്ങൾ കാണിക്കുക. സെഡ്മൊക്കെ നിങ്ങൾ ഡമ്പല് കാണിച്ചിട്ട് അതിന് ഇങ്ങനൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ലോക്ക്, ഒരു സെൻട്രൽ നോഡ് പോലെ ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ DZ². ആവശ്യമുള്ളവർ വരച്ചെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എബിനെ, നീ ആരോടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണ അവിടെ? എബിൻ അറിയണം കൂടി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ചിരിച്ചൊക്കെ ഇരിക്കുകയാണ് വർത്താനം പറഞ്ഞ. 9 മണിക്ക് നീ പോയാ മതി. ഇതുവരെ ഇരുന്നേ നീ? നടയിലൊക്കെ തന്നെ ഇരിക്കാന്ന് തോന്നുന്നുണ്ട്, എല്ലാരും വർത്താനം പറയണോടത്ത്. ആണാ? എന്റെ അനിയനുണ്ട് ഇവിടെ ട്യൂഷന്, അവനങ്ങനെ ഇരിക്കുക. എല്ലാ ആൾക്കാരും നടന്നു പോണതിന്റെ ഇടയിൽ. അപ്പൊ അവൻ എല്ലാ വിശേഷം അറിയാലോ. നല്ല കാര്യമില്ല. നിങ്ങളിങ്ങനെ ആൾക്കാർ പോണത് നോക്കിക്കൊണ്ടിരിക്കുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ശരി. കാൽക്കുലേറ്റ് the wavelength of electron moving with a velocity of 2.05 × 10⁻⁷ meter/second. എനിക്ക് 2 അനിയന്മാരുണ്ട്. ഒരാൾ 8th സ്റ്റാൻഡേർഡിൽ, ഒരാൾ വലുതാ, ഡിഗ്രി പഠിക്കും, 2nd ഇയർ. വേഗം ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്തോട്ടാ. യെസ് ഐശ്വര്യ, അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഇടയ്ക്ക് ഞാൻ മുതലെടുത്തു. എന്തായി സെൽവകുമാർ, ആൻസർ കിട്ടണ്ടോ? എത്ര ആൻസർ കിട്ടിയെന്ന് കമന്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ ശരിയായോന്ന്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. വേവ് ലെങ്ത് നിങ്ങൾ എന്താ വെച്ചാ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഡി ബ്രോഗ്ലി ഇക്വേഷൻ. H is equal to, sorry, lambda is equal to H by P.
which is equal to h by mv. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10 raised to minus 34 divided by mass എന്ന് പറയുന്നത് mass of electron me, that is 9.11 into 10 raised to minus 31 kilograms into the velocity ഇവിടെ തന്നിട്ടുണ്ട് 2.05 into 10 raised to 7 meter per second, which is equal to 3.55 into 10 raised to minus 11 meters. ഈ ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? യെസ് ഭാനുമതി, വെരി ഗുഡ്. യൂണിറ്റ് ഒക്കെ കറക്റ്റ് നോക്കി എഴുതിക്കോളൂ കേട്ടാ. ഇതിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും യൂണിറ്റിലേക്ക് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് യൂണിറ്റ് കാൽക്കുലേഷൻ അറിയണവർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ. യെസ്, വെരി ഗുഡ്. യെസ് ഐശ്വര്യ, ആരതി. അടുത്തത് ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് വാട്ട് ആർ ദ 4 ഡിഫറെന്റ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് 4 ഉള്ളത്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, അസിമുത്തൽ ക്വാണ്ടം നമ്പർ l, പിന്നെ ഏതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ m ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ s. ഇനി ഓരോന്നായിട്ട് നോക്കിക്കോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്വാണ്ടം നമ്പർ. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഷെൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയവെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട്. ഓക്കെ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സൈസ് പറയുന്നത്. അതെങ്ങനെയാ സൈസ് നമുക്ക് പറയാൻ പറ്റുന്നത്? എടെ ഏത് ഷെല്ലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വലുതാണ് എത്രത്തോളം ചെറുതാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ഓൾസോ ഇറ്റ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ദി എനർജി. ഷെൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെല്ലിന്റെ നമ്പർ ഒക്കെ വെച്ചിട്ട് റേഡിയസിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. It gives the average distance between the electron and nucleus. അതായത് ഒരു ഷെല്ലിൽ ഇരിക്കുന്ന ലാസ്റ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസും തമ്മിൽ എത്ര ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ ഷെല്ലിന്റെ ആ ഒരു സൈസ് വെച്ചിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് പറയാൻ പറ്റും. ആൻഡ് ദ പോസിബിൾ വാല്യൂസ് ഫോർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? n is equal to 1, 2, 3, 4 etc. n is equal to 1 ആണെങ്കിൽ k ഷെൽ, l equal to 2 ആണെങ്കിൽ l ഷെൽ, പിന്നെ m ഷെൽ, പിന്നെ n ഷെൽ. ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ക്വാണ്ടം നമ്പർ ഏതാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ L. It gives the shape of the orbit. ഷേപ്പ് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നേരത്തെ നമ്മൾ ഷെൽ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്തെങ്കിൽ ഇത് വെച്ച് നമ്മൾ പറയുന്നത് ഏതാണ്? സബ് ഷെൽ ഏതാണെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോണത്. ആൻഡ് പിന്നെ നമുക്ക് എന്ത് പറയാം? ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഇസ് ദി ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഓക്കെ, അതെന്തുകൊണ്ടാ? ആംഗുലർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദി ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇനി നമുക്ക് n വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് ദി l വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 0 തൊട്ട് n-1 വരെയാണ് l വാല്യൂസ് വരുന്നത്. ഓക്കെ, n എത്രയാണോ, ഇപ്പൊ എന്റെ n വാല്യൂ 3 ആണെന്ന് വിചാരിക്കും. സോ l വാല്യൂസ് എന്തൊക്കെ വരും? 0 to 3-1. അതായത് 0 വരും, 1 വരും, 2 വരും. ഓക്കെ, അത്രയും l വാല്യൂസ് എനിക്ക് ഇനി ഉണ്ടാവും. ഇനി വേറൊരു കാര്യം എന്താ? l വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ സബ്ഷെൽസ് ഉണ്ടടാ. അപ്പൊ l വാല്യൂ 0 ആണെങ്കിൽ സബ്ഷെല്ല് S, 1 ആണെങ്കിൽ സബ്ഷെല്ല് P, 2 ആണെങ്കിൽ സബ്ഷെൽ D, 3 ആണെങ്കിൽ സബ്ഷെൽ F. അപ്പൊ എന്റെ L വാല്യൂസ് 0, 1, 2 ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് എന്റെ സബ്ഷെല്ലുകൾ വരിക? എസ്, പി ആൻഡ് ഡി. സോ ഏതൊക്കെയാണ് എന്റെ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്? പറഞ്ഞോ. 3s, 3p ആൻഡ് 3d. ഇങ്ങനെ 3 എണ്ണാണ് എനിക്ക്. n എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ഈ പറയുന്ന 3 ഓർബിറ്റൽസ് ആണ് എനിക്ക് പോസിബിൾ ആയിട്ട് ഉള്ളത്. അടുത്തത് നോക്കിക്കോ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ m. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് ഞാൻ എന്താണ് പറയാ? ആദ്യം ഞാൻ ഷെല്ല് പറഞ്ഞു, പിന്നെ ഞാൻ സബ് ഷെല്ല് പറഞ്ഞു. അടുത്ത ഞാൻ എന്താ പറയാൻ പോകുന്നത്? ഓറിയന്റേഷൻ. ഓക്കെ, ഓറിയന്റേഷൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എന്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇപ്പൊ നമുക്കറിയാം എൽ വാല്യൂ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എം വാല്യൂ കണ്ടുപിടിക്കാൻ പോണത്? എം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണത് -L തൊട്ട് +L വരെ ഇൻക്ലൂഡിങ് 0. ഓക്കെ, ഒരു വാല്യൂ 0 ആണ്, പിന്നെ -L തുടങ്ങി 0 വരെ, 0 തുടങ്ങി +L വരെ, അത്രയും അധികം വാല്യൂസ് ആണ് നമുക്ക് ഉണ്ടാവാനായിട്ട് പോണത്. ഇനി അത് എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2l + 1. ഓക്കെ, അപ്പൊ എല്ലിന്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാണ്. 2l + 1 ഇട്ട് കൊടുത്താൽ
അത്രയും amount ഓഫ് m വാല്യൂസ് ആണ് നമുക്ക് ഉണ്ടാവാനായിട്ട് പോണത്. ഇനി നമുക്ക് ആ m വാല്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ നമ്മൾ -L2 to +L എന്ന് പറയുന്ന ഇക്വേഷനിൽ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ S. സ്പിൻ ക്വാണ്ടം നമ്പർ S നമ്മൾ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിൻ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടം നമ്പർ, അല്ലാണ്ട് തിയറിറ്റിക്കൽ അല്ല. നിങ്ങൾക്ക് തിയറി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഇസ് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ ദി എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നമുക്കറിയാം ഓർബിറ്റൽസ് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഒന്നില്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യും. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. സോ ആ സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സോ അതൊന്നില്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആവാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആവാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതിന്റെ സ്പിൻ എന്ന് പറയുന്നത് +12 അല്ലെങ്കിൽ -12 ആയിരിക്കും. ഓക്കെ, ഇറ്റ് റെപ്രസെന്റ് ദ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ. ക്ലോക്ക് വൈസ് സ്പിൻ ആണ് +12, -12 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മുടെ സ്പിൻ ഓറിയന്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തോരം പേരുടെ ക്യാമറ ഓഫ് ഉള്ളത്? ജോയിലൊക്കെ എന്താ ഓഫ് ചെയ്തേക്കണത്? അടുത്തത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇനി നിങ്ങൾക്ക് പറയാനുള്ള അടുത്ത മോഡലാണ് ബോർ മോഡൽ. ആൻഡ് ബോർ മോഡലിന്റെ 2 ഡീമെറിറ്റ്സും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറയുന്നുണ്ട്. ബോർ മോഡൽ പറഞ്ഞോ? ബോർ മോഡലിൽ എങ്ങനെയാ വരുന്നത്? ബോർ മോഡലിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ ചുറ്റും നമ്മുടെ ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഷെൽസിലാണ് ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ നേരത്തെ പറഞ്ഞ പോലെ എനർജി കുറഞ്ഞൊന്നും പോണില്ല. ഓക്കെ, എനർജി ഈസ് കോൺസ്റ്റന്റ്. എനർജി കുറഞ്ഞു പോണത് കൊണ്ടാണല്ലോ റൂദർഫോർഡിന്റെ മോഡല് ഫെയിൽ ആയത്. ഓക്കെ, അപ്പൊ ഇവിടെ എനർജി കുറഞ്ഞൊന്നും പോണില്ല. ഒരു ഇലക്ട്രോൺ അവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്റെ മക്കള് വേഗം ഇതിലത്തെ ഓരോന്ന് നോക്കിക്കോ. ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ദ സർക്കുലർ പാത്സ് കോൾഡ് ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ് എന്നായിട്ടാണ് നമ്മൾ പറയുക. പിന്നെ എന്താ ഇതിനകത്ത് പറയണത്? എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ ഇത് ഫെയിൽ ആയി പോലോ. പിന്നെ നമുക്ക് അതിനകത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ വി കൻ കാൽക്കുലേറ്റ് ദ റേഡിയസ്. റേഡിയസിന്റെ ഇക്വേഷൻ എന്താ? R is equal to A0 n square, where A0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് 52.9 പൈക്കോമീറ്റർ. ഈ 52.9 പൈക്കോമീറ്റേഴ്സ് എന്ന് പറയുന്നത് N1 ആവുമ്പോഴുള്ള ആറ്റത്തിന്റെ റേഡിയസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോ, എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതാണ് നമ്മുടെ നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു EA is equal to -RH divided by n square. അതിൽ RH എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇതിനകത്ത് നിന്ന് പ്രോബ്ലം ചോദിക്കാം. Using the Bohr model of atom, calculate the radius of the orbit having n value is equal to 3. അല്ലെങ്കിൽ ഷെൽ നമ്പർ 3 ഇരിക്കുന്ന ആറ്റത്തിലെ നമ്മുടെ ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് നമ്മുടെ എനർജിയും ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോട്ടാ. അടുത്ത നോക്കിക്കോ, ദ ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ഇസ് ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. പിന്നെ എന്താ നമ്മൾ പറയുന്നത്? ഇതിന് ഡീമെറിറ്റ്സ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ദിസ് മോഡലിൽ നമുക്ക് അപ്പോഴും കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ഡീമെറിറ്റ്സ്? ഇതിൽ 1 ഇലക്ട്രോൺ സിസ്റ്റംസ് മാത്രമാണ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. മൾട്ടി ഇലക്ട്രോൺസ് വരുന്ന കേസുകളൊന്നും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്നത് എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന കേസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴുള്ള കേസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്പെക്ട്രം ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഒരു സ്പെക്ട്രം ലൈൻസ് ജനറേറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. ഓക്കെ, അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമാൻ എഫക്ട്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാർക്ക് ഇഫക്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയാണ് ടു നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം കെമിക്കൽ ബോൺസ്. അതായത് കെമിക്കൽ ബോൺസ് ഫോം ചെയ്യേണ്ട അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതായത്
ഇവർക്ക് ഒറ്റ ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരെ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ മൾട്ടി ഇലക്ട്രോൺസ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അവർക്ക് ഹൈഡ്രജനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഹൈഡ്രജനോട് സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷെ അതല്ലാതെ വന്ന ആരും ഇവർക്ക് ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് ഹീലിയം ആണ്. ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ കഥ? അതിലൊരു ഇലക്ട്രോണേ ഉള്ളൂ. ഇനി Li2+, അത് പറഞ്ഞാൽ അതിലും 1 ഇലക്ട്രോണേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, പക്ഷെ മോർ ദാൻ 1 ഇലക്ട്രോൺ വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ബോണ്ട് ഫോം ചെയ്യുന്ന കേസ്, ഇപ്പൊ Na+ഉം Cl-ഉം ഈ രണ്ടാൾക്കാരും കൂടിയിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആൾക്ക് പ്രശ്നം വന്ന മെയിൻ കാര്യം എന്താണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ആദിയ, നദൽ ആൻഡ് ആദിത്യ വിശാഖ് ഇത്രയും പേര് ഇൻഫോംഡ് ആണ്, ബാക്കി ആരും ഇൻഫോംഡ് അല്ല. ബോർ മോഡൽ എക്സാമിന് ചോദിച്ചു, അതുകൊണ്ട് റൂദർഫോർഡ് ചോദിക്കാം. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല. നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചേഞ്ച് വന്നതുകൊണ്ട് ഇത്ര നാൾ അങ്ങനെയായിരുന്നു, ഒരു മോഡൽ വന്നാൽ നെക്സ്റ്റ് മോഡൽ ആയിരിക്കും നെക്സ്റ്റ് എക്സാമിന് വരിക എന്നുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ നിങ്ങളെ പ്രെഡിക്റ്റ് ചെയ്ത് വിടാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കള് വേഗം ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ്, ഇക്വേഷൻ ഇനി തന്നില്ല എന്ന് വേണ്ട, ചെയ്തോട്ടാ. കാൽക്കുലേറ്റ് the radius of orbit and energy of electron of an electron placed in 3s orbit. ഞാൻ ചെയ്തോട്ടാ. 3s ഓർബിറ്റലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ റേഡിയസും അതുപോലെ തന്നെ എനർജിയും വേഗം കാൽക്കുലേറ്റ് ചെയ്തു. ഒന്നും ചെയ്യാനില്ല, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. കെമിസ്ട്രി എക്സാം ടഫ് ആവുന്നില്ല, എന്തായാലും ഈസി ആവില്ല. ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്താൽ മതി, ഭയങ്കര ടഫ് ആവാൻ ചാൻസ് ഇല്ല. മോഡൽ എക്സാം കണ്ടിട്ട് പേടിക്കണ്ട. ബാക്കിയുള്ളവരുടെ മാർക്ക് ഞാൻ കേട്ടില്ലല്ലോ മോഡൽ എക്സാമിന്റെ. കുറെ പേർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു, ബാക്കി ആരുടെ ഞാൻ കേട്ടില്ല. ഇപ്പോഴും കിട്ടിയില്ലേ? ഇനി എന്തിനാണോ എടുത്തു വെച്ചത്? 40 കൊല്ലും ഞാൻ. എല്ലാവരും 50 മുകളിൽ പറഞ്ഞാൽ മതി. അതൊക്കെ കൂട്ടണം കേട്ടാ, 40 ഒന്നും പോരാ, കൂട്ടണം. രേഖ ആൻസർ പറഞ്ഞോട്ടാ. ഓക്കെ ഓക്കെ, ഇതൊക്കെ കൂട്ടണട്ടാ. ഇതൊക്കെ എ ഉണ്ടാവുള്ളൂ ഇന്റേണൽ വരുമ്പോ. എ പോലെ എനിക്ക് A+ വേണം. എടാ നിങ്ങൾ കൂടുതൽ മാർക്ക് വെച്ച് നിങ്ങൾക്ക് +2 അത്രയും കുറവ് ടെൻഷൻ അടിച്ചാൽ മതി. നിങ്ങൾ എല്ലാവരുടെ ഒരു മെയിൻ പ്രശ്നം, അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ആലോചിക്കും അടുത്ത കൊല്ലം ഞാൻ അടിപൊളിയായിട്ട് പഠിക്കും, അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പൊ നിങ്ങൾ സ്കോർ ചെയ്ത് വെച്ചപ്പോ നിങ്ങൾക്ക് ഒരു മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്ന മാർക്ക് മാക്സിമം തന്നെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയോ അടുത്ത കൊല്ലം നിങ്ങൾക്ക് പനി വരുമോന്ന്. പരീക്ഷയ്ക്ക് പനി വന്നിട്ട് പഠിക്കാൻ പറ്റാണ്ടായാലോ? അതുകൊണ്ടാ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തോന്നുന്നു എന്റെ പ്രാക്ടിക്കൽ കൊളായി. പ്രാക്ടിക്കൽ എക്സാം ഭയങ്കര അലമ്പായി പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു തിയറിക്ക് പഠിക്കാന്ന്. പക്ഷെ തിയറിക്ക് എനിക്ക് പനി വന്നു, പ്രാക്ടിക്കലും കൊളായി തിയറിയും കൊളായി. വളരെ വൃത്തികെട്ട മാർക്കായിരുന്നു. ആ സെമസ്റ്ററിൽ ആ പേപ്പർ ഞാൻ തോറ്റു.
പക്ഷെ വേറെ പേപ്പർ കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ ആ ബ്രിമ്മിൽ വെക്കുമ്പോ അങ്ങനെ വിച്ച സബ്ജക്റ്റാ ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങളിപ്പോ പഠിക്കണ ഓർഗാനിക് കെമിസ്ട്രി ഒന്നല്ല ഓർഗാനിക് കെമിസ്ട്രി. അതിന് വേറൊരു ലോകം തന്നെയുണ്ട്. എനിക്ക് ആ സെമിസ്റ്ററിന് മാത്രം അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. ബാക്കി സെമിസ്റ്ററിനൊക്കെ നല്ല മാർക്ക് ഉണ്ട്. ഭാഷയായി ചെത്താനും വേണ്ടില്ല. ആന്ന് A+ വാങ്ങിച്ചിട്ടുള്ള കാര്യമുള്ളൂ. എനിക്ക് ആ എക്സാമിന് മാർക്ക് പറഞ്ഞ എനിക്ക് പനി വന്നട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ എന്നിട്ട് എന്റെ ആൻസർ കിട്ടിയാ ചിരിക്ക അവിടെ ഇരുന്നിട്ട്. സിഗ്മ MO തിയറിയിലെ സിഗ്മ സ്റ്റാർ M പയ്യൊക്കെ വെച്ച് അതിന്റെ ആൻസർ ആരും കമന്റ് ചെയ്തില്ലല്ലോ. എടാ ശരിക്കും എനിക്ക് പനി വന്നിട്ട് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും പനി വന്നിട്ട് ആ പേപ്പർ എനിക്ക് മാർക്ക് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ബാക്കി എല്ലാ സെമിസ്റ്ററും നീ വേണമെങ്കിൽ എന്റെ മാർക്ക് ഷീറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കോ. അല്ലാണ്ട് എനിക്ക് വെറുതെ ജോലിയൊന്നും കിട്ടില്ലല്ലോ. നല്ല റാങ്ക് ഒക്കെ ഉണ്ടായി. ഈ വട്ടം കഴിഞ്ഞ വർഷത്തെ കുസാറ്റിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കി, കയ്യിലെന്റെ പേര്. ശരിക്കും ഞാൻ എന്താ വെറുതെ പറയണേ. ചന്ദന എന്താ ചന്ദന പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല. MO തിയറിയില് ആ എഴുതണത് എങ്ങനെയാണെന്നാണോ പറഞ്ഞു തരേണ്ടത്? ഓക്കെ, ഇപ്പൊ പറഞ്ഞുതരാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. യെസ് ഐശ്വര്യ, യൂണിറ്റുകൾ എഴുതിക്കോളൂ കേട്ടോ. 476.1 പൈക്കോമീറ്റർ അല്ലേ വരാം. എങ്ങനെയാ A വന്നത്? A ഇസ് ഫോർ ആൻസ്ട്രം അല്ലേ? A വരില്ല കേട്ടാ. 476.1 പൈക്കോമീറ്റേഴ്സ് എന്നാണ് വരിക. എനർജിയുടെ യൂണിറ്റ് കമന്റ് ചെയ്യ് ബാക്കിയുള്ളവര്. എന്നിട്ട് നോക്കിയിരിക്കണത്. എടാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചു നാളായിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടായതാണ്. ഐശ്വര്യ അതൊന്നും കൂടെ ചെക്ക് ചെയ്തേ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ 1.5 അല്ലല്ലോ വരാം. RH/n² എന്നല്ലേ? ഇവിടെ n എന്താ വരുന്നത്? 3s ആയതുകൊണ്ട് n is equal to 3 വരും. സോ 2.18 into 10⁻⁻18 divided by 3². ഇങ്ങനെയല്ല വരിക, ഡിവൈഡഡ് ബൈ 9 വരിക. വേറെ എന്തോ അവിടെ കൊണ്ട് തെറ്റിച്ചിട്ടുണ്ട്. ആ 3 ഒന്നും ആയിട്ടില്ല അവിടെ എഴുതിയത്, വേറെ എന്തെങ്കിലും ആയിരിക്കും. നന്നായിണ്ട്. 3 ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. കറക്റ്റ് ആയിട്ടില്ല. ആരുടെ ആൻസർ കറക്റ്റ് ആയിട്ടില്ല? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയിട്ടില്ല. -2.18 ഡിവൈഡഡ് ബൈ 9 നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര കിട്ടണത്? എനിക്കാണോ 2.4 എന്ന് വരുന്നത്? എനിക്ക് 2.42 into 10⁻⁻90 ഇങ്ങനെയാണ് വരുന്നത്. എല്ലാരും ഒന്നും കൂടെ ചെയ്ത് നോക്കിക്കോ. എന്റെ ആണോ തെറ്റുണ്ട്, നിങ്ങളുടെ ആണോ തെറ്റുണ്ടെന്ന് അറിയേണ്ട എന്തായാലും.
ആൻസർ വേഗം കമന്റ് ചെയ്തോട്ടാ. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ അത് നിങ്ങളുടെയാണോ പ്രശ്നം എന്ന് എനിക്ക് അറിയണ്ടേ, നിങ്ങൾ എവിടെ തെറ്റിയെന്ന് അറിയണ്ടേ എനിക്ക്. സിമ്പിൾ ആയിട്ട് ടീച്ചറുടെ കറക്റ്റ് ആണ്, അങ്ങനെയെങ്കിലും മിണ്ടാണ്ട് പോട്ടെ. അയ്യോ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കിട്ടി അപ്പൊ ഓക്കെ. യെസ്, 2.4 into 10⁻90. ചെറിയ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിക്കുന്നത്, ഇതിലൊന്നും തെറ്റിക്കാനോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർക്കില്ല. അതുകൊണ്ടാണ് ഇതൊരു പ്രോബ്ലം ആയിട്ട് എക്സാമിന് പൊതുവെ വരാറ്. ഈ റേഡിയസും ഈ എനർജിയും ഒന്നും നിങ്ങൾ ഇക്വേഷൻ ഓർത്ത് വെക്കില്ല, അതുകൊണ്ടാണ് അത് ചോദിക്കാറ്. പക്ഷെ ഇതിൽ നിങ്ങൾ പഠിക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ, തെറ്റിക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. ഇനി നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റില് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന കാര്യമൊക്കെയാണ് അടുത്തത് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. എനിവേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തോട്ടാ. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ദ ട്രാൻസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ഫ്രം ഫോർത്ത് ഓർബിറ്റ് ടു എംഒ ഡയഗ്രത്തിന്റെ ഞാൻ പറഞ്ഞു തരാടാ. അത് തന്നെയാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ ഇത് ആരുടെയും ടൈം പോണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തന്നത്. ചെയ്യാനുള്ളവർ ഈ ക്വസ്റ്റ്യൻ ചെയ്തോട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 15. വേവ് നമ്പർ എന്ന് പറഞ്ഞാല് ന്യൂ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 1/λ is equal to 1.09677 into 10⁻⁷ meter inverse into 1/n1 square minus 1/n2 square. ഫോർത്ത് ഓർബിറ്റിന്ന് സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n1 is equal to 2, n2 is equal to 4. വേഗം ചെയ്തോട്ടോ. എന്നിട്ട് അതിന്റെ ആൻസർ എത്ര കിട്ടണതെന്ന് പറയാ. ഇതിപ്പോ വേവ് നമ്പർ ആണ്. അപ്പൊ വേവ് നമ്പർ കിട്ടി കഴിയുമ്പോ എല്ലാവരും കൂടിയിട്ട് എനിക്ക് വേവ് ലെങ്ത്തും കൂടെ പറഞ്ഞു തരണം കേട്ടോ. അത് വേവ് ലെങ്ത്തിന്റെ വാല്യൂം കൂടെ പറഞ്ഞു തരണം. ക്വസ്റ്റ്യനിൽ അത് ചോദിച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവരൊക്കെ എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുത്തോ? ആവശ്യമുള്ളവര് വേഗം എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഡയഗ്രത്തിന്റെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടായിരുന്നു. എഴുതിയെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ ആ എംഒ ഡയഗ്രത്തിന്റെ കാര്യം ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. MO എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലർ ഓർബിറ്റൽ, അല്ലെങ്കിൽ MOT എന്ന് പറയുമ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MO തിയറി. അതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ മെയിൻ തിയറി എന്താണ്? ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നു, അല്ലെ? ഇതല്ലേ നമ്മുടെ മെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ അവിടെ ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഇപ്പൊ എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? H2 ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. ഹൈഡ്രജൻ, അല്ലെ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. H2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്. അതായത് എന്റെ H2 ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം, വേറെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ആറ്റം, ഇത് രണ്ടും കൂടിയിട്ടല്ലേ H2 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടായത്, അല്ലെ? ഇത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന തിയറി. ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവണു. അപ്പൊ ആറ്റമിക് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത്. സോ 1s ഇങ്ങനെയല്ലേ വരാ. ഈ രണ്ടാൾക്കാര് ജോയിൻ ചെയ്തിട്ട് ഒരു മോളിക്കുലർ ഓർബിറ്റൽ ആയി മാറുന്നു. അപ്പൊ എത്ര ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത്. സോ ദേ 2 ആൾക്കാരുള്ളത് കൊണ്ട്, 2 ഹൈഡ്രജൻസ് ഉള്ളത് കൊണ്ട് 2 ഡിഫറെന്റ് ആറ്റത്തിന്റെയും 2 ഓർബിറ്റൽസ് എടുത്തു. രണ്ടിലും ഓരോ ഇലക്ട്രോൺസ് വീതമുണ്ട്. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ടാണ് H2 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? എത്ര പേര് കമ്പൈൻ ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ ഇതിനകത്തും ഉണ്ട് കേട്ടോ. സോ ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ജോയിൻ ചെയ്യുന്നത്. സിമിലർ വേ നമുക്ക് ഇവിടെയും എന്താ ഉണ്ടാവുന്നത്? 2 ഓർബിറ്റൽസ് ഉണ്ടാവും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താടാ? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. ഒരെണ്ണം ബോണ്ടിങ് ഓർബിറ്റല്, ഒരെണ്ണം ആന്റി ബോണ്ടിങ് ഓർബിറ്റല്. 2 എണ്ണമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. സോ 2 എണ്ണം നമ്മൾ ഇത് ഇവിടെ ഫില്ല് ചെയ്തു. പിന്നെ മുകളിൽ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ? ഈ ആക്സിസ് വരയ്ക്കാൻ മറക്കരുത്, എനർജി ആക്സിസ്. കാരണം എന്താ? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മളിത് ഫില്ല് ചെയ്യണത്. ഇതിപ്പോ എന്തിനാണ് ഹൈഡ്രജൻ വെച്ച് പറഞ്ഞത്? ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്.
ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഹൈഡ്രജൻ ചോദിക്കാൻ പോണില്ല. നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഹീലിയം മോളിക്യൂൾ വൈ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളത് ക്വസ്റ്റൻ ആണ് എപ്പോഴും ചോദിക്കുക. എനിവേ അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളോട് പറഞ്ഞിരുന്ന കഥ എന്താണ്, നിങ്ങൾ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളത്. നൈട്രജൻ വരെയുള്ള ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ഓർഡറും നൈട്രജനേക്കാൾ മുകളിലുള്ളവർക്ക് അബവ് നൈട്രജൻ. ഓക്കെ, ഈ നൈട്രജൻ എന്ന് പറയുന്നത് എന്താടാ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അങ്ങനെയുള്ള നൈട്രജൻ വരെ. മനസ്സിലായ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ വരെയുള്ള മോളിക്യൂൾസിന് ഉള്ളതാണ് ഈ ആദ്യത്തെ കോൺഫിഗറേഷൻ. പിന്നെ അബവ് നൈട്രജൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും ഉള്ള കോൺഫിഗറേഷൻ. സോ ഇതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? നൈട്രജൻ വരെയുള്ള ആൾക്കാർക്ക് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇത് കഴിയുമ്പോഴാണ് പൈ കയറി വരുന്നത്. പൈ 2p x is equal to പൈ 2py. അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? എടാ പിക്ക് ഏതൊക്കെയുള്ളത്? പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി സെഡ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അടുത്തത് സിഗ്മ 2p z കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആന്റി ബോണ്ടിങ് കൊടുക്കണം. പൈ സ്റ്റാർ 2p x is equal to പൈ സ്റ്റാർ 2py. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആന്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ 2pz. ഇതാണ് നൈട്രജൻ വരെയുള്ള ആൾക്കാര്. ഇനി നൈട്രജനേക്കാൾ മുകളിലുള്ള ആൾക്കാർക്ക് വരുന്ന ഡിഫറൻസ് എന്താ? ആകെ ഒരൊറ്റ എക്സ്ചേഞ്ച് നടക്കണുള്ളൂ. ഇവൻ ഇതിന്റെ മുൻപിൽ കയറി വരും. അപ്പൊ എന്താ കിട്ടുക? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz, പൈ 2px is equal to പൈ 2py, സിഗ്മ സ്റ്റാർ 2px is equal to സിഗ്മ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? ഇനി ഇതിനകത്ത് നിങ്ങളുടെ അടുത്ത് എന്താ ചോദിക്കുക? ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. ബോണ്ടിങ് എന്ന് പറയുമ്പോ ഈ സ്റ്റാർ ഇടാണ്ട് എഴുതിയേക്കുന്ന ഇലക്ട്രോൺസ്. ആന്റി ബോണ്ടിങ് എന്ന് പറയുമ്പോ സ്റ്റാർ ഇട്ടിട്ടുള്ളതിൽ എഴുതിയിട്ടുള്ള ഇലക്ട്രോൺസ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ പൈ 2px is equal to പൈ 2py അല്ലെങ്കിൽ പൈ സ്റ്റാർ 2px is equal to പൈ സ്റ്റാർ 2py, അവരൊക്കെ ഡീജനറേറ്റ് ആണ്. അവരുടെ പ്രത്യേകത എന്താ? ഒരെണ്ണം പൈ 2px ഫിൽ ആയാൽ നെക്സ്റ്റ് ഇലക്ട്രോൺ പൈ 2py ഫിൽ ചെയ്യണം. ഇനി മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പൈ 2px ഒരെണ്ണം കൊടുക്കുക, പൈ 2py ഒരെണ്ണം കൊടുക്കുക, അടുത്തത് വീണ്ടും പൈ 2px കൊടുക്കുക. നാലെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പൈ 2px കൊടുക്കുക, പൈ 2py കൊടുക്കുക, വീണ്ടും പൈ 2px കൊടുക്കുക, വീണ്ടും പൈ 2py കൊടുക്കുക. ഇങ്ങനെ വേണം ഫില്ല് ചെയ്യാൻ. എല്ലാത്തിലും മാക്സിമം എത്രണ്ണം ഫില്ല് ചെയ്യാം? രണ്ടെണ്ണം ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇനി അറിയേണ്ട ആരെങ്കിലും ഉണ്ടോ? ഇതേ സാധനമാണ് നിങ്ങൾ വരച്ചു കാണിക്കേണ്ടത് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രത്തില്. എന്ത് ചെയ്യണം? ഇപ്പൊ നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ നൈട്രജനിൽ മൊത്തം 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px ഈക്വൽ ടു പൈ 2py, സിഗ്മ 2pz2. ഇങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? ഫുള്ള് വരയ്ക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടാവില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ എനർജി ആക്സിസ് വരയ്ക്കുക. ഇവിടെ ആദ്യം 1s വരയ്ക്കുക. 1s 1s, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. ഇവിടെ മൊത്തം രണ്ടെണ്ണം, 4എണ്ണം, ഇവിടെയും 4എണ്ണം ഫില്ലായി കഴിഞ്ഞു. അടുത്ത നിങ്ങൾ ഇവിടെ വരയ്ക്കണം. സിഗ്മ 2s വരയ്ക്കണം. 2s 2s, കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2s. അതെങ്ങനെയാ വരുന്നത്? 1 2 3 4. ഈ 4 വേണം നടുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. 1 2 3 4. അടുത്തത് നിങ്ങൾ ഇവിടെ വരെ ഇപ്പൊ നമ്മുടെ വരച്ചു കഴിഞ്ഞു. അടുത്ത് നിങ്ങൾ എന്താ വരയ്ക്കേണ്ടത്? ഈ പൈ 2px is equal to പൈ 2py എന്നുള്ള സാധനമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പൊ ഞാനത് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം കേട്ടോ. അതെങ്ങനെയാ വരുന്നത്? അത് ഇതേപോലെ തന്നെ
ഒരു എനർജി ആക്സിസ്. എടാ എനിക്കിതില് ഇങ്ങനെ നീട്ടി ഇത്രേ വരയ്ക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പല പല കഷ്ണമായിട്ട് വരയ്ക്കേണ്ടത്. നിങ്ങൾ എങ്ങനെയാ വരയ്ക്കേണ്ടത്? താഴേന്ന് മുകളിലേക്ക് എനർജി കൂടി വരുന്ന പോലെ തന്നെ വരയ്ക്കണം കേട്ടാ. എനിക്ക് എന്റെ സ്ലൈഡിൽ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പല പല കഷ്ണമായിട്ട് വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെ വരയ്ക്കണം? ഏറ്റവും താഴെ 1s, പിന്നെ 2s, പിന്നെ 3s, അങ്ങനെ അങ്ങനെ മുകളിലേക്ക് വരയ്ക്കണം എന്ന് മനസ്സിലായ? 2s കഴിഞ്ഞു. ഇനിയിപ്പോ 2p വരയ്ക്കണം. 2p എന്ന് പറയുമ്പോ 1 2 3. ഇവിടെ 2p എന്ന് പറയുമ്പോ 1 2 3. 2pയിൽ മൊത്തം എത്ര ഉണ്ടായിരുന്നു നമുക്ക്? എങ്ങനെയായിരുന്നു നൈട്രജൻ? നൈട്രജൻ എന്ന് പറഞ്ഞാൽ 7 അല്ലേ? 1s2, 2s2, 2p, 3. അപ്പൊ എങ്ങനെയാ വരിക? 1 2 3 ഇങ്ങനെയല്ലേ വരാ? ഇതിനെങ്ങനെ ഫില്ല് ചെയ്ത് കാണിക്കേണ്ടത്? അപ്പൊ ആദ്യം നിങ്ങൾ ഈ സാധനം വരയ്ക്കണം. ഇവിടെ ഏതൊക്കെയാ വരുന്നത് മൊത്തം? ഏറ്റവും താഴെ പൈ 2p x is equal to പൈ 2py. പിന്നെ എന്താ ഉള്ളത്? സിഗ്മ 2pz അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ വരുന്നത്? നൈട്രജൻ വരെയുള്ള ആൾക്കാരല്ലേ? നിങ്ങൾ എന്താ അല്ലാത്ത പോലെ ഇരിക്കണത്? പൈ സ്റ്റാർ 2px is equal to പൈ സ്റ്റാർ 2py, പിന്നെ സിഗ്മ സ്റ്റാർ 2pz. ഇപ്പൊ എങ്ങനെയാ ഫില്ലിങ് വരാ? മൊത്തം 6 എണ്ണാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കാണിക്കേണ്ടത്. 1 2 3 4 5 6 ഇങ്ങനെയാണ് ഫില്ലിങ് വരാ. ഓക്കെ, ഇത് നൈട്രജൻ വരെയുള്ള കഥ. ഇനി നൈട്രജനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനം ഇവിടെയും വരും, ഈ സാധനം ഇവിടെയും വരും. ഇതാണ് വരുന്ന വ്യത്യാസം. ഇനി നിങ്ങൾക്ക് എപ്പോഴും സിമിലർ ആയിട്ടുള്ള N2 അല്ലെങ്കിൽ O2 ഇങ്ങനെ വരണമെന്നില്ല. NO എന്ന് ചോദിക്കാം. NO എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? NO എന്ന് ചോദിക്കുമ്പോ അതിൽ ടോട്ടൽ ആയിട്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് വരച്ച് കാണിച്ചാൽ മതി. ഇപ്പൊ നൈട്രജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 7 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക അല്ലെ? അതേപോലെ ഓക്സിജനിലാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ മൊത്തം 15 ഇലക്ട്രോൺസിന് നിങ്ങൾ വരച്ച് കാണിക്കുക. പിന്നെ അതിനകത്ത് ഓക്സിജൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓക്സിജന്റെ ആ കോൺഫിഗറേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നൈട്രജനേക്കാളും ഹയർ ആയിട്ടുള്ള അവിടെ ഉണ്ടല്ലോ. സോ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താ? കുറച്ച് റൂളുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഏതൊക്കെ റൂളായിരുന്നു? ഓഫ് ബോസ് പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് ഹീസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ. വേവ് ലെങ്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലെ? സോറി. വേവ് ലെങ്ത് കിട്ടണത്, വേവ് നമ്പർ എത്ര കിട്ടിയേ? ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 0.2056 അങ്ങനെയാണ് പറഞ്ഞത്. സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞത്. അതിൽ വേണമെങ്കിൽ ആ പോയിന്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 206 എന്ന് എഴുതാട്ടോ. ഒന്ന് റൗണ്ട് ഓഫ് ചെയ്താൽ 206 × 10⁻⁶ മീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഇനി നിങ്ങൾക്ക് വേവ് ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 വേവ് നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു 1/206 × 10⁻⁶. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടാ? 486.10⁻⁻9 meters. എന്ത് ദൈവമേ! അതാണ് ഗവൺമെന്റ് ടീച്ചേഴ്സിന്റെ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അവരുടെ സാലറി അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഏതൊരു കൊച്ചു ഡൗട്ട് ചോദിച്ചു വന്നപ്പോ അത് ഡിലീറ്റഡാന്ന് പറഞ്ഞൂന്ന്. ഈ വക കഥകള് ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്റെ സ്കൂളിലല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ സ്കൂളിൽ ഇതേപോലെ ആ സാറിന് അറിയാത്ത ടോപ്പിക് ഒക്കെ ആള് വന്ന് സെമിനാർ കൊടുക്കും. ഇതൊക്കെ സെമിനാർ ആണ്, അപ്പൊ CE മാർക്കിൽ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുകൊടുക്കും. യെസ്, ദേവപ്രിയ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് മാരത്തൺ ആണ്. അൾട്രാ പഞ്ച് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി. അതെല്ലാം ഫുൾ ഇനി റിവിഷനിൽ വലിയ കാര്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യില്ല. ഇനി നമുക്ക് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിരിക്കുള്ളൂ. പഠിപ്പിക്കാൻ അറിയില്ല എന്നാലും അവിടെ ഉണ്ടാവും. എടാ ഉണ്ട് ജോയിലെ കൂട്ടത്തിൽ കൂടുതൽ ഏറ്റവും ക്വാളിഫൈഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ പേര് റിസർവേഷൻ വെച്ച് കയറുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ജോബിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ കയ്യിൽ കുറെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. കുറച്ച് നമ്മുടെ ലക്ക് അല്ലെങ്കിൽ എന്താ പറയാ
കുറെ റിസർവേഷന്റെ കുറെ കഥകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആ പോയിന്റിൽ എത്തുമ്പോൾ മനസ്സിലാവും. ഞാനൊക്കെ ഇപ്പൊ അത് മനസ്സിലാക്കി തുടങ്ങിയ ഒരു ഫേസിലായിരിക്കും ഞാൻ. പക്ഷെ ഇപ്പൊ പറഞ്ഞത് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പോലും. പക്ഷെ സ്റ്റിൽ നമ്മൾ അത്രയും നല്ല പോലെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തോപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരിക്കും. യെസ്, ഓഫ് കോഴ്സ് നിഹാൽ. എനിവേ, അങ്ങനെയുള്ള കുറെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേടാ. പഠിക്കന്നെ എല്ലാവരും. നമ്മൾ പഠിച്ച്, അതായത് നിങ്ങളോട് എപ്പോഴും പറയാറ്, പഠിച്ചിട്ടുള്ളവർക്ക് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാൻ ഡിഫിക്കൽട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കാണ്ടിരുന്നാൽ നമ്മൾക്ക് എന്താവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ അനിയന്റെ അടുത്ത് എപ്പോഴും പറയും, അവനൊക്കെ പറയും, ചിലപ്പോ അവൻ ചെറുതാണ് സ്റ്റിൽ, അതുകൊണ്ടായിരിക്കും പറയുന്നത്. അവൻ പറയും പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ, മാർക്ക് കുറഞ്ഞ എന്താ, പക്ഷെ അതെനിക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ എത്ര ക്വാളിഫൈഡ് ആയിട്ട് നിന്നാൽ പോലും ജോലി ഈസ് വെരി കോമ്പറ്റേറ്റീവ്. അപ്പൊ നമ്മൾ പഠിക്കും കൂടെ ചെയ്യണില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, ആരാണ് ജോലി തരുന്നത്? അത് നമ്മുടെ നീഡാണ്. ഓഫ് കോഴ്സ് നമ്മുടെ നീഡാണ്. പഠിക്കുക. ശരി റോട്രിക്സേ. അപ്പൊ വേഗം ചെയ്തു. ഇതിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? Z is equal to 24. ക്രോമിയം. അതിന്റെ പ്രത്യേകത എന്താടാ? 4s1 3d5. ഹാഫ് ഫിൽഡ് ആവുമ്പോ അതിന്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. കോപ്പറിന്റെ കേസിലാണെങ്കിൽ 4s1 3d10. അതിലും ഇതേപോലെ തന്നെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി വേഗം ഇതിന്റെ റേഡിയൽ നോട്ട്സിന്റെ നമ്പർ പറഞ്ഞേ. 4p n minus l minus 1 which is equal to 4 minus 1 minus 1 is equal to 2. 2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇനി എന്താ നിങ്ങൾക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോട്ടാ. ഇതും കൂടെ പറഞ്ഞിട്ട് 2-3 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് പോവാം. Which among the following is correct electronic configuration? Nitrogen 7, Z is equal to 7 ആണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ ആൻഡ് വൈ? വിച്ച് റൂൾ ഡിസൈഡഡ് ദാറ്റ്? ഏത് റൂളിന്റെ ബേസിസിലാണ് അങ്ങനെ പറഞ്ഞത്? ബി ആണ്, ബേസ്ഡ് ഓൺ ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്താ പറയുന്നത്? ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ആക്കിയതിനു ശേഷം വേണം നമുക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കാനായിട്ട്. യെസ്, സംഗീതിന്റെ അനിയനാണോ അത്? കൊച്ചിനെ നീ ഇത്ര ചെറുപ്പത്തിൽ കെമിസ്ട്രി പഠിപ്പിക്കാൻ കൊണ്ടിരിക്കാം. ഓക്കെ, വേഗം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തോട്ടാ. മാസ് ഓഫ് 2 moles of CH4 is dash grams. വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവാം. എനിവേ നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ, ഒരു 25 minutes. 9 മണിക്ക് ഞാൻ പോകും. അതുവരെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും, അത്രേ ഉള്ളൂ. 2 moles of CH4 ന്റെ മാസ് വേഗം കാൽക്കുലേറ്റ് ചെയ്തോ. ഒരു പോയിന്റ് ഇടാൻ മറന്നു പോയതാണല്ലേ? അല്ലേ, 329. 2 moles 12 പ്ലസ് അങ്ങനെ പറ. ടെൻഷനായി എനിക്ക്. പഠിച്ച് കുത്തനെ വന്നു തുടങ്ങിയോന്നായിപ്പോ എനിക്ക്. ഒക്കത്തിന് വെച്ചിട്ടുണ്ട് ഞാൻ. അവർക്ക് വരട്ടെ. ഏത് ലോസ് ആണ് സൈബ? ഏത് ചാപ്റ്ററിന്റെയാണ് ചോദിക്കുന്നത്? അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണോ? ഒരൊറ്റ മിനിറ്റ് കേട്ടോ. മിസ്, യെസ് കറക്റ്റ് ആണ്. ഐശ്വര്യയുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഒരൊറ്റ മിനിറ്റ്. നിങ്ങൾ ബാക്കിയുള്ളവരിപ്പോ ചെയ്തോ. AB2E2 എന്ന് പറയുന്നതിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? അറബിക്കിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചേഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അറബിക്കായിരുന്നോ? ഇപ്പൊ ഭയങ്കര കോമ്പറ്റീറ്റീവ് അല്ലേ? എന്താണ് റോട്രിക്സേ? ചേടാ പോട്ടെ. അപ്പൊ നിങ്ങളുടെ എക്സാം ചേഞ്ച് ആവണുണ്ടോ ഡേറ്റ്? Arabic was tough. എക്സാം കഴിഞ്ഞിട്ടാണോ ലീക്ക് ആയത്? ഓർ ബിഫോർ ദി എക്സാം? ബിഫോർ ദി എക്സാം ആയിരുന്നില്ലേ?
ഞാൻ അങ്ങനെയൊക്കെ ജസ്റ്റ് വായിച്ചു. പിന്നെ അറബിക്കും പൊളിറ്റിക്കൽ സയൻസ് ആയിട്ട് എനിക്ക് വലിയ ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ അത് വായിച്ചില്ല. 11th മാർച്ച് ദി എക്സാം വരുന്നേ ഉള്ളൂ. ഓ ടഫാണ് അല്ലേ. ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയണ്ടായല്ലോ 10th സ്റ്റാൻഡേർഡില്. ഞാൻ പിള്ളേരുടെ വോയിസ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടൂല്ലോ. ഞാൻ അപ്പം പിള്ളേരുടെ കുറച്ച് പേരുടെ വോയിസ് കേട്ടപ്പോ അതിനകത്ത് ഇംഗ്ലീഷ് ഈസി ആയിരുന്നു എന്നൊക്കെ കേട്ട. കുറെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസത്തെ വന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോ എവിടെ എത്തി? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വേഗം പറഞ്ഞ എല്ലാവരും. ഫസ്റ്റ് ലാംഗ്വേജസ്. ഓക്കെ, ഞങ്ങളുടെ അവിടേക്ക് കൂടുതലും ഈ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ആകെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മാത്രമുള്ള സ്കൂളായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ബാക്കി സ്കൂളുകളിൽ ഉണ്ടാവായിരിക്കും. ഞാൻ പഠിച്ച എല്ലാ സ്കൂളിൽ ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അറബിക്ക് സംസ്കൃത് പോലും ഇല്ലാത്ത സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത്. മോളിക്യൂൾ ഓഫ് ടൈപ്പ് ABT2 കറക്റ്റ് ആൻസർ. ബെൻ ഷേപ്പ് ആണ്. നമ്മൾ യൂഷ്വലി എന്താണ് എക്സ്പെക്ട് ചെയ്യുക? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടെട്രാഹിഡ്രൽ ആണ്. പക്ഷെ അവിടെ 2 ലോൺ പെയർ വരുന്ന കാരണം കൊണ്ട് ജോമെട്രിക് ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ട് ദ ഷേപ്പ് ഇസ് ബെൻഡ് ഷേപ്പ്. അതിന്റെ എക്സാമ്പിൾ ഏതാടാ? വെള്ളം, വാട്ടർ മോളിക്യൂൾ. ദ മിനിമം വാല്യൂ നമ്മൾ പറഞ്ഞത് h/4π. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ വേഗം പറഞ്ഞു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപി? ആൻഡ് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ പറഞ്ഞോ. ഏതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് എന്ന് പറഞ്ഞാല് ഇൻഡിപെൻഡന്റ്. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? അതിന്റെ ആൻസർ CH4 എന്ന് പറഞ്ഞ എന്താടാ? സിക്ക് 12 ആണ്. H4 എന്ന് പറയുമ്പോൾ 1 into 4 മൊത്തത്തിൽ എത്രയുണ്ട്? 12 plus 4 is equal to 16, റൈറ്റ്. അങ്ങനെ 2 മോള്. ഇത് 1 മോൾ CH4 അല്ലേ? 2 മോൾസ് എന്ന് പറയുമ്പോൾ 2 into 16 which is equal to 32 grams. ഇതാണ് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ. 4ഉം 5ഉം വേഗം പറഞ്ഞോട്ടോ. ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപി. എടാ, ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആലോചിക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. അയണൈസേഷൻ എൻതാൽപി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര എനർജി കൊടുക്കണം എന്നുള്ളത് അല്ലെ. അപ്പോ ഒട്ടും ഒരു ഇലക്ട്രോണിനെ കളയാൻ താല്പര്യമില്ലാത്തത്, ഒട്ടും ഒരു ഇലക്ട്രോണിനെ കളയാൻ താല്പര്യമില്ലാത്തത് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. ഒരു ഇലക്ട്രോൺ കിട്ടാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരാളെ ഏതാന്ന് നോക്കിയാലും മതി. അപ്പോ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആരാ? പീരിയോഡിക് ടേബിളിലുള്ളതില് ഫ്ലൂറിനാണ്. ഫ്ലൂറിനെ സംബന്ധിച്ചിടത്തോളം 1 ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റേബിൾ ആവാൻ പറ്റും. ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഫ്ലൂറിൻ, ഈവൻ ദാൻ ക്ലോറിൻ. ക്ലോറിനേക്കാളും പോലും കൂടുതലായിട്ടുള്ളത് ഫ്ലൂറിൻ ആണ്. സോ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപി ഉള്ളതും ഫ്ലൂറിൻ ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് ഇൻഡിപെൻഡന്റ്. നോ നോ നോ, ഇൻഡിപെൻഡന്റ് ഓഫ് ദി amount ഓഫ് മാറ്റർ. അതായത് ആ മാറ്റർ ഇപ്പൊ ഞാൻ പറയാ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ വോളിയം V ആണ്. ആ ബോക്സ് ഞാൻ ഹാഫ് ആക്കി കഴിഞ്ഞാൽ വോളിയം എന്തായി മാറും? V/2 ആയിട്ട് മാറും അല്ലെ. വിച്ച് മീൻസ് അത് ചേഞ്ച് ആയി. ഞാൻ ഹാഫ് ആക്കിയപ്പോ ചേഞ്ച് ആയി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ബോക്സിന്റെ ടെമ്പറേച്ചർ T ആണ്. ആ ബോക്സ് ഞാൻ പകുതി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ T/2 ആവുമോ? ഇല്ല, ഇറ്റ് വിൽ ബി T. അപ്പോ അതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. സോ ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടീസ് ടെമ്പറേച്ചർ. മാസ് പകുതിയാക്കിയാൽ ചേഞ്ച് ആവും, വോളിയം പകുതിയാക്കിയാൽ ചേഞ്ച് ആവും. ഹീറ്റ് കപ്പാസിറ്റി ഓൾസോ ഡിപെൻഡ്സ് ഓൺ ദ മാറ്റർ. ഹീറ്റ് കപ്പാസിറ്റിക്കും ചേഞ്ച് വരും. സോ ദ ആൻസർ ഇസ് ടെമ്പറേച്ചർ. അടുത്തത് വേഗം പറഞ്ഞു. കോൺജുഗേറ്റഡ് ആസിഡും കോൺജുഗേറ്റഡ് ബേസും. കോൺജുഗേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞാല് H+ ആഡ് ചെയ്ത് എഴുതാം. കോൺജുഗേറ്റഡ് ബേസ് എന്ന് പറഞ്ഞാല് H-നെ ഒരെണ്ണം കുറച്ചിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ സ്റ്റോക്ക് നൊട്ടേഷൻ. സ്റ്റോക്ക് നൊട്ടേഷൻ എന്തായിരുന്നു? സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ മെയിൻ മെറ്റലിന്റെ റോമൻ ന്യൂമറൽസിൽ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം. ബി ക്വസ്റ്റ്യൻ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ. 8th ക്വസ്റ്റ്യൻ ഹോമോലിറ്റിക് ആൻഡ് ഹെറ്ററോലിറ്റിക് ഫിഷൻ. വേഗം നോട്ടിൽ എഴുതിക്കോട്ടെ. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാ. ഈ 3 എണ്ണത്തിന്റെ ആൻസറും എല്ലാവരുടെ ബുക്കിലും വേണം. 40 ഒരു മൊത്തത്തിൽ 6 മിനിറ്റ് തരാം. അപ്പൊ
അപ്പോ 47 എനിക്ക് എല്ലാവരുടെ ബുക്കിലും ഈ 3 ആൻസർ വേണം കേട്ടോ. 47 വരെ ടൈം തരാം. ഓരോ ക്വസ്റ്റ്യനും 2 മിനിറ്റ് വീതം. വലിയ ടൈം ഒന്നും പറയാൻ. സ്റ്റോക്ക് നൊട്ടേഷൻ എന്താ എഴുതാത്തത്? വേഗം സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതിക്കോ. റോമൻ ന്യൂമറൽസിൽ എഴുതണം കേട്ടാ. എടാ റോമൻ ന്യൂമറൽസിൽ എഴുതറാ. അപ്പോഴത് സ്റ്റോക്ക് നൊട്ടേഷൻ ആവുള്ളൂ. നിങ്ങൾക്ക് തോന്നിയ പോലെ എഴുതി എങ്ങനെ ശരിയാവും? റോമൻ ന്യൂമറൽസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഐയും വി ഒക്കെ വെച്ച് എഴുത്. കെന്റെ +1 -1 അല്ല കേട്ടോ, +1. രണ്ട് മിനിറ്റും കൂടി ഉണ്ട്, വേഗം എഴുതിക്കോ. ഒരു മിനിറ്റും കൂടി ഉണ്ട്, കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട ഞാൻ. അപ്പോ നമ്മുടെ അടുത്ത് കോൺജുഗേറ്റഡ് ആസിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് H+ ആഡ് ചെയ്യുക, NH4+. അപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റഡ് ആസിഡ് H2SO4. ഇനി ഇതിന്റെ രണ്ടിന്റെയും കോൺജുഗേറ്റഡ് ബേസ് പറഞ്ഞേ, NH2- SO4 2-. ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്?
എല്ലാവർക്കും ഇങ്ങനെ അല്ലാത്ത കുറച്ച് പേരുണ്ട്. ചിലർ എന്ത് ചെയ്തു, NH3 കോൺജുഗേറ്റഡ് ആസിഡും ഇതിന്റെ കോൺജുഗേറ്റഡ് ബേസും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. രണ്ടും എഴുതാൻ നിന്നിട്ടില്ലേ കുറച്ച് പേര്. ഇതൊക്കെ നിങ്ങളുടെ മാർക്ക് കളയണ സാധനം. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യനാ, ഓരോന്നിനും 1/2 മാർക്ക് വെച്ചിട്ട്. 1 മാർക്കല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് കിട്ടുള്ളൂ. സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? CuO. CuO എന്ന് പറയുമ്പോ O എന്ന് പറയുന്നത് -2, സോ ദിസ് ഇസ് +2. അപ്പോ Cu2O ഇതാണ് അതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ. ഇനി MnO2 എന്ന് പറയുമ്പോ O2, അതും ഇതേപോലെ തന്നെ നമുക്ക് എന്താ കിട്ടുക? -2ന്റെ 2 എണ്ണം വരും, സോ ദിസ് ഇസ് +4 Mn4O2. ഇങ്ങനെ എഴുതിയാലാണ് അതിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ വരുന്നത്. നെക്സ്റ്റ് K2Cr2O7ന്റെ ഓക്സിഡേഷൻ നമ്പർ. അത് എങ്ങനെയായിരുന്നു? K2Cr2O7 ക്രോമിയത്തിന്റെയാണ് നമുക്ക് അറിയേണ്ടത്. സോ പൊട്ടാസ്യത്തിന്റെ നമുക്കറിയാം 2 × +1 +2 × x +-2 × 7 is equal to 0. 2x എന്ന് പറയുന്നത് -14 + 2 is equal to 0. X is equal to 12. So X 6 ആണ് വരുന്നത്. So the oxidation number of chromium is equal to +6. Cu2O എന്ന് എഴുതണോ അതോ കോപ്പർ 2 ഓക്സൈഡ്? 2 എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. Cu റോമൻ ന്യൂമറൽ O എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്, കോപ്പർ 2 എന്ന് എഴുതിയിട്ട് ഓക്സൈഡ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. വാട്ട് എവർ ദ തിങ്, നമ്മൾക്ക് തന്നേക്കണ സാധനം അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ റോമൻ ന്യൂമറൽസ് വേണം, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു Q എന്ന് പറയുന്ന കാര്യം. അടുത്തത് ഹോമോലിറ്റിക് ഫിഷനും ഹെട്രോലിറ്റിക് ഫിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഹോമോലിറ്റിക് ഫിഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഹോമോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വൽ ആയിട്ട് ആ 2 ബോണ്ട്, ഒരു ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഒരാൾക്ക്, മറ്റേ ഇലക്ട്രോൺ മറ്റേ ആൾക്ക് പോണതാണ് ഹോമോലിറ്റിക് ഫിഷൻ. ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറയുമ്പോൾ അൺഈക്വൽ ആയിട്ട് 2 ഇലക്ട്രോൺസും മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ കൊണ്ടുപോകും. സോ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഒരു കാറ്റയോണും ഒരു ആനയോണും ഫോംഡ് ആവും. ഓക്കെ, അതിന്റെ ഡിഫറൻസസ് നോക്കി വെച്ചോട്ടാ. നമ്മുടെ ഹോമോലിറ്റിക് ഫിഷനിൽ ഉണ്ടാവുന്നത് റാഡിക്കൽസ്, ഫ്രീ റാഡിക്കൽസ്. ഹെട്രോലിറ്റിക്കിൽ ഉണ്ടാവുന്നത് കാറ്റയോൺസും ആനിയോൺസും. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇലക്ട്രോൺ പെയർ ആണ് എടുത്തിട്ട് പോണത്. ഇവിടെ സിംഗിൾ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് ഉണ്ടാവുന്നത്. ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ ഈ പോയിന്റ്സ്. ഹോമോലിറ്റിക് ഫിഷനും ഹെട്രോലിറ്റിക് ഫിഷനും തമ്മിലുള്ള ഡിഫറൻസ്. Next question. വേഗം ആയിക്കോട്ടെ. Draw the cis and trans isomer of the following compound. അത് കഴിഞ്ഞിട്ട് 10th question. NOയും NO2 2 oxides of nitrogen ആണെന്നുണ്ടെങ്കിൽ ഈ 2 പേരും കൂടെ കാണിക്കുന്ന ആ ലോ ഏതാന്ന് പറയണം. ആ ലോ കണ്ടുപിടിച്ചത് ആരാന്ന് പറയണം. ഏത് ലോ ആണ്, ആരാണ് കണ്ടുപിടിച്ചത്, ആൻഡ് സ്റ്റേറ്റ് ദ ലോ. ഇത്രയും കാര്യങ്ങൾ വേണം. വേഗം എഴുതിക്കോ. ഇതിനിപ്പോ എത്ര നേരം വേണം? കൂടിപ്പോയി കഴിഞ്ഞാല് 54, 55 വരെ മാക്സിമം വെയിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 2 മിനിറ്റ് വെച്ച് 2 ക്വസ്റ്റ്യനും. അതന്നെ കൂടുതലാണെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ.
റോട്രിക്സേ എന്താണാവോ ചെയ്തുകൊണ്ടിരിക്കണത്? ഇതിൽ ഏത് കാൽക്കുലേഷൻ ആണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായാലും കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ തന്നിട്ടില്ല. നീ വേറെന്തോ ചെയ്തോണ്ടിരിക്കുന്നു. നിന്റെ കണ്ണിലുണ്ട് അത്. എടാ ഞങ്ങക്ക് ഇതൊക്കെ കാണാടാ. നിങ്ങളെ പിള്ളേരെ പറ്റിക്കാൻ പറയണതൊന്നല്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ നിന്നും വായിച്ചെടുക്കാനായിട്ട് പറ്റും. ഞങ്ങള് വെറുതെ ആണോ ഈ സെറ്റപ്പ് വെച്ച് ഇവിടെ ഇരിക്കണത്? ദൈവമേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാ? ഇനിയിപ്പൊ അതെന്താന്ന് ഞാൻ നോക്കേണ്ടി വരും. എടാ അതിനൊക്കെ ഇവിടെ സെറ്റപ്പ് ഉണ്ടെന്ന് നിങ്ങൾ ഉറങ്ങാണോ? കാണുന്നുണ്ടോ? ചെയ്യണുണ്ടോ? ഇവിടുത്തെ ഓരോ സെറ്റപ്പിനും ഓരോ റീസൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നാ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നിങ്ങൾ വേറെ സ്ക്രീൻ എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എടാ അത് കണ്ണട വെച്ചവരുടെ മാത്രമല്ല, കണ്ണട വെച്ചവരുടെ പെട്ടെന്ന് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് തല മുന്നാക്കി ആലോചിച്ചു. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാത്തിന്റെയും കഥ അറിയും നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ അനങ്ങാണ്ടിരിക്കുന്നത് തുടങ്ങി മനസ്സിലാവും. നിങ്ങളുടെ നെറ്റിന് റേഞ്ച് ഉണ്ടോ? നിങ്ങൾ കുറെ പേര് പറയില്ലേ ഞങ്ങൾക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കമ്പിളിപ്പൊതപ്പ്. ഇതൊക്കെ ഇവിടെ അറിയാം. നിങ്ങളുടെ റേഞ്ച് ഞങ്ങൾക്ക് ഇവിടെ അറിയാം. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ റേഞ്ച് എന്തോരം. പിന്നെ ഞങ്ങൾ ചില സമയത്ത് ഇത് പോട്ടെ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ റേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും റേഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പോട്ടെ, പിള്ളേരല്ലേ വിചാരിക്കേണ്ടത്. എപ്പോഴും തല്ലി പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് കളപ്പന് നിങ്ങൾ കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും സിസ്റ്റം ട്രാൻസ് ഒക്കെ കഴിഞ്ഞ് 55 ഇവിടുത്തെ ട്രേഡ് സീക്രട്സ് മുഴുവൻ എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുക. എന്തായാലും ഞാൻ ഒന്നും പറയില്ല, പേടിക്കേണ്ട. C2H5 കാണിക്കണം, ഒരു കാർബണ കാണിക്കണം, ഒരു CH3 കാണിക്കണം. അതായത് ഒരു കാർബണിന് ഒരു C2H5 ഗ്രൂപ്പും ഒരു CH3 ഗ്രൂപ്പും, അങ്ങനെ രണ്ടുപേരല്ലേ ഉള്ള ഒരു ഡബിൾ ബോണ്ടിന് ചുറ്റും. സോ ഡബിൾ ബോണ്ട് വരച്ചു, കാർബൺ കാർബൺ, CH3 C2H5 C2H5 CH3. സിസ് ആണോ ട്രാൻസ് ആണോ? സിസ് എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡിലെ സെയിം ഗ്രൂപ്പ്സ്. സോ ഇത് സിസ് ആണ്. അപ്പൊ ട്രാൻസ് എന്ന് പറയുമ്പോ എങ്ങനെയാ? ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഡബിൾ ബോണ്ട് CH3 C2H5 C2H5. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് നെറ്റ് കുറവായിട്ടായിരിക്കും ഐശ്വര്യ. മേ ബി ചിലവരുടെ സിസ്റ്റം സപ്പോർട്ട് ആവില്ല, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ അപ്ഡേറ്റ് പോലെ ഇരിക്കും. ചിലവർക്ക് ക്ലാസ് റൂമിൽ നിന്ന് ലീവ് ചെയ്യാണ്ട് എക്സാം എഴുതാൻ പറ്റും, പക്ഷെ ചിലവർക്ക് എക്സാം എഴുതണമെങ്കിൽ ക്ലാസ് റൂമിൽ ലീവ് ചെയ്യുന്ന വേണം. അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. ഡെയിലി എക്സാം എഴുതുമ്പോൾ ചിലവർക്ക് ലീവ് ചെയ്താലേ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്ക് അറിയണ കഥകളാണ്, അതല്ലാത്ത കഥകളൊക്കെ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞതാ. എനിവേ, ഇനി NOയും NO2 2 ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ലോ ആണ് അങ്ങനെ പറയണത്? വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്? ഏത് ലോയാടാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? ഡാൽട്ടൺ. ഡാൽട്ടൺ എന്താ പറഞ്ഞത്? when two elements combine to form more than one compound, എന്താ സംഭവിക്കുന്നത്? എനിക്ക് വൈഷ്ണവ് പറഞ്ഞത്. വൈഷ്ണവ് അടുന്ന് പറയട്ടെ. വൈഷ്ണവ് പറഞ്ഞോളാം.
കുഴപ്പമില്ല, ഇനിയിപ്പോ 2 ക്ലാസ്സും കൂടെ ഒക്കെ ഉള്ളൂ ഞാൻ ചോദിക്കണത്. ഉത്തരം പറ. ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? നീ വേറെ ഐശ്വരി. അപ്പൊ ലിപ് മൂവ്മെന്റിൽ തന്നെ പറ്റിക്കുന്ന ടീമായിരുന്നു അല്ലേ? When two elements form more than one compound, the different masses of one element combines with a fixed. അതായത് ഇപ്പൊ NO എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണമെങ്കിൽ ഇത്രയും N-ന് ഇത്രയും O തന്നെ കമ്പൈൻ ചെയ്യണം അല്ലെ? 14 grams of nitrogen 16 gram of oxygen കമ്പൈൻ ചെയ്താലാണ് NO ആവുള്ളൂ. NO2 ആവണം, അതായത് 1:1 റേഷ്യോയില്. അപ്പൊ NO2 ആവണമെന്നുണ്ടെങ്കിൽ 1:2 റേഷ്യോയില് ദേ ഷുഡ് കമ്പൈൻ. ആ ഒരു സാധനം വിൽ ഓൾവേസ് ബി ഇൻ എ സിംഗിൾ whole number ratio. ഇതാരാ പറഞ്ഞത്? ഡാൽട്ടൺ. When two elements combine to form more than one compound, the masses of one element that combines to the fixed mass of the other element are in a ratio with a simple small whole number. Okay, correct ആണ് കേട്ടാ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇനിയും ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുള്ള സമയമുണ്ട്. നോക്കട്ടെ ഏത് ക്വസ്റ്റ്യൻ തന്നെ. ഇതിൽ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്തിട്ട് പൊക്കോ. ഒക്ടറ്റ് റൂളിന്റെ ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്, കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പൊക്കോ. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ മെറ്റൽ is 7.0 into 10 raised to 14. 7.0 into 10 raised to 14 second inverse. Calculate the kinetic energy of the emitted electron if the frequency is equal to 1.0 into 10 raised to 15 second inverse. വേഗം ചെയ്തോട്ടാ. Ke is equal to half MEV square, which is equal to H into nu minus nu 0. വേഗം ആയിക്കോട്ടെ. (6.626 into 10 raised to minus 34 into nu ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 1.0 into 10 raised to 15 minus nu 0 എന്ന് പറഞ്ഞാല് 7.0 into 10 raised to 14. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി, ഇത് 10 raised to 15ഉം 10 raised to 14ഉം ആണ്. രണ്ടിനെയും സെയിം ആക്കി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഏതിലേക്ക് ആക്കേണ്ടതാണ് നമുക്ക് എളുപ്പം? 10 raised to 14ലേക്ക് ആക്കേണ്ടതാണ് നമുക്ക് എളുപ്പം. സോ 6.626 into 10 raised to minus 34 into 10 into 10 raised to 14 minus 7.0 into 10 raised to 14, which is equal to 6.626 into 10 raised to minus 34 into 3 into 10 raised to 40. ഇതും സോൾവ് ചെയ്യാ, ഇതും സോൾവ് ചെയ്യാം. ആൻസർ മസ്റ്റ് ബി 19.878 into 10 raised to minus 20, around 19.9 into 10 raised to minus 20 joules. കറക്റ്റ് ആണ് കേട്ടാ. 6.626 into 3 എന്ന് പറയുന്നത് 19.8 ആണ് വരിക. ഇനി 10 raised to minus 34ഉം 14ഉം സോൾവ് ചെയ്യുമ്പോൾ minus 34 plus 14, which is equal to 20 into 10 raised to minus 20. ഇങ്ങനെയാണ് വരിക ജൂൾസ്. കഴിഞ്ഞു? എല്ലാവർക്കും കഴിഞ്ഞു. ടൈം കളയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നമ്മുടെ അൾട്രാ പഞ്ചായിട്ട് നമുക്ക് ഇനി എല്ലാ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാം. അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.